ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നിതാ വയനാട്ടിൽ നിന്ന് ഒരാൾ കൊണ്ടു തന്ന മാങ്ങ, വലിയ മാങ്ങ, ഇത് വെച്ചൊരു ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് ഉച്ചക്കിലേക്ക്. പിന്നെ പപ്പായ മരം വീണിട്ടുണ്ട്, അതിന് മുകളിൽ കുറേ പപ്പായ കിട്ടി, കർമൂസ, അതുകൊണ്ട് കറിയും വെച്ച് നല്ല രസത്തിൽ ഇന്ന് ചോറ് തിന്നാന്ന് വിചാരിച്ചിരിക്കണേ. അപ്പോൾ ഇത് വലിയ മാങ്ങാണ്, നല്ല വലുത്. അത് മുറിച്ച് അതിലേക്കൊരു പഴുത്തൊരു മാങ്ങ ഉണ്ട്, അതുകൂടി മുറിച്ചിട്ടിട്ട് ഇടാം. ഉപ്പും മഞ്ഞളും വെളുത്തുള്ളി ചതച്ചത് ഇട്ടിങ്ങനെ തിളപ്പിച്ചേക്കണം. മുളക് പൊടി ഇട്ടിങ്ങനെ 2 ടേബിൾ സ്പൂൺ, അല്ല 1.5 ടേബിൾ സ്പൂൺ. കുറച്ച് മാങ്ങ അധികം ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് എരിവ് ഇട്ടിക്കണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വറവിടണം. ഇതിന് കടുമാങ്ങ ഉണ്ടാക്കാം കേട്ടോ. അതാ കടുക്, ഉലുവ, ഇത് വറുത്തെടുക്കാം കേട്ടോ. ഇത് നല്ല മൂപ്പിച്ച് വറുത്തെടുക്കണം. എന്നിട്ട് ഈ കല്ലിൽ ഇടിച്ച് പൊടിയാക്കി എടുക്കണം. ഈ പൊടി ഇപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. ഇത് നമുക്ക് ഈ വെന്ത കറിയിലേക്ക് ഇടാം. ഇതാണ് ഇതിൻ്റെ ഈ കടുമാങ്ങക്ക് നല്ല രസം കൂട്ടുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് കൂട്ടുന്നത് ഈ പൊടി ഇട്ടാലാണ്. അപ്പോൾ ഈ പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തിളച്ച് വരുന്ന നല്ല ചുരുങ്ങി വരുന്ന ഈ കടുമാങ്ങയിലേക്ക് ഈ പൊടിയും കൂടി ഇട്ടപ്പോൾ നല്ല രസം മണം വരുന്നുണ്ട്, നല്ല ടേസ്റ്റ് ആവുന്നുണ്ട്. ഇനി ഈ ഒരു വറവും കൂടി ഇടണം അതിലേക്കൊക്കെ. അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം. ഇപ്പോൾ ഈ കടുമാങ്ങ തയ്യാറായിട്ടോ. ഇപ്പോൾ ഇത് കൂടാതെ കർമൂസൻ്റെ നല്ല തേങ്ങ അരച്ച കറി, കർമൂസയിൽ പരിപ്പിടാതെ ഒന്ന് വെച്ച് നോക്കേണ്ടി എന്ത് ടേസ്റ്റ് ഉണ്ടാവുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കടുമാങ്ങയുണ്ട്, കർമൂസ ഉപ്പേരി വെച്ചുകൊണ്ട്, കർമൂസ വീണത് കൊണ്ട് കുറേ ഉണ്ടല്ലോ, അതുകൊണ്ട് കർമൂസ ഉപ്പേരി വെച്ചതുകൊണ്ട് ഇടാം. അതിൽ ചുവന്ന മുളകും കടുകിട്ട് വറവിട്ട്